IPL 2025 മെഗാലേലം ഈ മാസം 24 തുടങ്ങാൻ പോവുകയാണ്. 574 കളിക്കാരാണ് വരാൻ പോകുന്ന ലേലത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. 42 വയസ്സുകാരനായ ജിമ്മി ആൻഡർസൺ ലേലത്തിലെ ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാകുമ്പോൾ 13 വയസ്സുള്ള വൈഭവ് സൂര്യവംശിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ. IPL ലേലങ്ങൾ എപ്പോഴും ഒരുപാട് സർപ്രൈസിംഗ് എലമെന്റ് സമ്മാനിക്കാറുണ്ട്. ഇന്ന് വീഡിയോയിൽ 2008 മുതൽ IPL ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലത്തിൽ പോയ കളിക്കാരാരൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 2008 പ്രഥമ IPL സീസൺ ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് പോയ കളിക്കാരൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 1.5 മില്യനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ധോണിയെ സ്വന്തമാക്കിയത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. 2009 ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് പൂർണ്ണമായി നടന്ന IPLൽ 1.55 മില്യണിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് ഇംഗ്ലണ്ടിന്റെ കെവിൻ പീറ്റേഴ്സണും ഫ്ലിൻഡോഫനുമാണ്. പീറ്റേഴ്സണിനെ RCBയും ഫ്ലിൻഡോഫിനെ CSKയും സ്വന്തമാക്കി. എന്നാൽ പീറ്റേഴ്സണിന് 6 കളിയിൽ നിന്നും വെറും 93 റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത്. ഫ്ലിൻഡോഫ് വെറും 3 മത്സരം മാത്രം കളിച്ച് പരിക്ക് മൂലം പിന്മാറി. 2010 IPLൽ 4.8 കോടി രൂപയ്ക്ക് ഏറ്റവും എക്സ്പെൻസീവ് താരങ്ങളായത് ന്യൂസിലാൻഡിന്റെ ഷെയ്ൻ ബോണ്ടും വെസ്റ്റ് ഇൻഡീസിന്റെ പൊളാർഡുമാണ്. ഷെയ്ൻ ബോണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 8 കളിയിൽ നിന്നും വെറും 9 വിക്കറ്റ് മാത്രം സ്വന്തമാക്കിയപ്പോൾ മുംബൈ ഇന്ത്യൻസിലെത്തിയ പൊളാർഡ് പിന്നീട് മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന താരമായി മാറിയത് ചരിത്രം. 2011 ഒരിക്കൽ കൂടെ KKR ആണ് ഏറ്റവും എക്സ്പെൻസീവ് ബൈ ലേലത്തിൽ നടത്തിയത്. 14.9 കോടി രൂപയ്ക്ക് ഡൽഹി ഡെയർ ഡെവിൾസിൽ നിന്നും ഗൗതം ഗംഭീറിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ ടീമിലെത്തിച്ചു. 2 IPL ട്രോഫി KKRന്റെ ഷെൽഫിൽ എത്തിച്ചാണ് ഗംഭീർ പിന്നീട് മടങ്ങിയത്. 2012 ഇന്ത്യയുടെ നമ്പർ 1 ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയാണ് ആ കൊല്ലത്തെ ഏറ്റവും എക്സ്പെൻസീവ് താരമായത്. 12.8 കോടിക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് താരത്തെ ടീമിലെത്തിച്ചത്. 2013 ഒരുപക്ഷെ എല്ലാരും ഞെട്ടുന്ന ഒന്നാണ് 2013 ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയറും അദ്ദേഹം കളിച്ച ടീമും. ഓസ്ട്രേലിയയുടെ സൂപ്പർ താരമാണ് മാക്സ്വെല്ലാണ് ആ കൊല്ലത്തെ ഏറ്റവും എക്സ്പെൻസീവ് താരം. മുംബൈ ഇന്ത്യൻസ് ആണ് 6.3 കോടി രൂപയ്ക്ക് താരത്തെ ടീമിലെത്തിച്ചത്. എന്നാൽ 3 കളി മാത്രം അവസരം ലഭിച്ച താരം വെറും 36 റൺസാണ് സ്വന്തമാക്കിയത്. 2014ലും 15ലും ഏറ്റവും എക്സ്പെൻസീവ് താരമായത് ഇന്ത്യയുടെ എക്കാലത്തെയും സൂപ്പർ ഓൾറൗണ്ടർ യുവരാജ് സിംഗ് ആയിരുന്നു. 14 കോടിക്ക് RCB ആണ് 2014ൽ താരത്തെ ടീമിലെത്തിച്ചത്. 14 കളിയിൽ നിന്ന് 376 റൺസ് താരം സ്വന്തമാക്കി. എന്നാൽ താരത്തെ RCB നിലനിർത്താതെ ഇരുന്നപ്പോൾ 16 കോടിക്ക് താരം 2015 ഡൽഹിയിലെത്തി. 14 കളിയിൽ വെറും 248 റൺസ് മാത്രമാണ് താരം സ്വന്തമാക്കിയത്. 2016 ഓസ്ട്രേലിയയുടെ ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ ആണ് ആ കൊല്ലത്തെ ഏറ്റവും എക്സ്പെൻസീവ് താരമായത്. 9.5 കോടിക്ക് RCB ആണ് താരത്തെ സ്വന്തമാക്കിയത്. എന്നാൽ ഫൈനലിലടക്കം പ്രതീക്ഷിച്ച പ്രകടനം താരത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 2017ലും 18ലും ഇംഗ്ലണ്ടിന്റെ ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ് ആണ് ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആയത്. 2017ൽ 14.5 കോടിക്ക് താരത്തെ റേസിംഗ് പൂനെ സൂപ്പർ ജെയിൻസ് ആണ് സ്വന്തമാക്കിയത്. 2018ൽ 12.5 കോടിക്ക് താരത്തെ രാജസ്ഥാൻ റോയൽസും സ്വന്തമാക്കി. 2019 ഏവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ജയ്ദേവും വരുൺ ചക്രവർത്തിയും 8.4 കോടിക്ക് ആ കൊല്ലത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയേഴ്സ് ആയത്. ജയ്ദേവിനെ രാജസ്ഥാനും വരുൺ ചക്രവർത്തിയെ പഞ്ചാബുമാണ് സ്വന്തമാക്കിയത്. വരുൺ ഒരൊറ്റ മത്സരം മാത്രം കളിച്ച് പരിക്കുപറ്റി പുറത്തു പോയപ്പോൾ 11 കളി കളിച്ച് ജയ്ദേവ് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2020 ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ് 18.5 കോടി രൂപയ്ക്ക് ആ കൊല്ലത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് താരമായത്. കൊൽക്കത്തയാണ് താരത്തെ തങ്ങളുടെ ടീമിലെത്തിച്ചത്.
2021 ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഓൾറൗണ്ടർ ക്രിസ് മോറിസ് ആണ് 16.25 കോടിക്ക് മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആയത്. രാജസ്ഥാനാണ് താരത്തെ സ്വന്തമാക്കിയത്. എന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. 2022 ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷാനാണ് 15.25 കോടിക്ക് ആ കൊല്ലത്തെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആയത്. മുംബൈ ഇന്ത്യൻസ് താരത്തെ വലിയ തുകയ്ക്ക് ടീമിലോട്ട് തിരിച്ചെത്തിച്ചു. 2023 ഇംഗ്ലണ്ടിന്റെ യുവ ഓൾറൗണ്ടർ സാം കരനാണ് 18.5 കോടിക്ക് ആ കൊല്ലത്തെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആയത്. പഞ്ചാബാണ് താരത്തെ ടീമിലോട്ട് എത്തിച്ചത്. നല്ല പ്രകടനം താരത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. 2024 IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആയത് 2024 ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളർ സ്റ്റാർക്കാണ്. 24.75 കോടി എന്ന റെക്കോർഡ് തുകയ്ക്ക് താരത്തെ കൊൽക്കത്ത സ്വന്തമാക്കി. IPL പ്ലേ ഓഫിലും ഫൈനലിലും മിന്നും പ്രകടനം താരം കാഴ്ചവെക്കുകയും ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടെ IPL ലേലം ആരംഭിക്കാൻ പോവുകയാണ്. പന്തും രാഹുലും അർഷദീപും അടക്കം ഇന്ത്യൻ താരങ്ങളും സ്റ്റാർക്കും മാക്സ്വെല്ലും സാം കരനും അടക്കം വിദേശ താരങ്ങളും ഉള്ളപ്പോൾ ആരായിരിക്കും ഇത്തവണ ലേലത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആകാൻ സാധ്യത? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ.